ഇന്ന് നമ്മൾ നല്ലൊരു സൂപ്പർ ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇലയട അല്ലേ, ആവിയിൽ പുഴുങ്ങിയ നമ്മൾ വാവട വത്സനം എന്നൊക്കെ പറയത്തില്ല, അതുപോലുള്ളൊരു അതാണ്. നമ്മൾ ഇത് നല്ല പത്തിരി, അപ്പത്തിൻ്റെ പത്തിരിയുടെ പൊടി, അത് നല്ല വറുത്ത പൊടി നമ്മൾ മേടിക്കാൻ കിട്ടും. അതിലേക്ക് അല്പം ഉപ്പ്, ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത് കണ്ട ഈ വെള്ളം വെട്ടി തിളക്കിയാണ്. അതിൻ്റെ അകത്തേക്ക് ആ തിളച്ച വെള്ളം നല്ല അന്നേരം തന്നെ മാവ് വെന്തു കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് ഈ അരിപ്പൊടി അരിപ്പൊടിക്കകത്തേക്ക് വെള്ളം ഒഴിക്കുക. നല്ല ചൂടുണ്ട്, സൂപ്പറായിട്ട് തിളച്ച് നിൽക്കുന്ന വെള്ളമാണ്. അപ്പോൾ പഴം പോലെ പൊടി പഴം പോലെ എന്നാ ചെയ്യണം. കൈ ഉള്ളു ഐസ് പോലെ നിനക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ മാവ് വേകുമ്പോഴത്തേന് വെള്ളം കുറഞ്ഞു കണ്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതാറുന്നിടം വരെ നമ്മൾ എന്നിട്ട് നിനക്ക് ഇഷ്ടമാണോ? നിനക്കിത് ഇഷ്ടമാണോ? ഇത് ഇലയട നമ്മളെ വിശേഷാവസരങ്ങൾ. ഇനി ഞാൻ ഇത് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം, കൈവച്ച് പരത്താതെ പെട്ടെന്ന് അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം പരത്താനായിട്ട് നമ്മൾ അത് ഏറ്റവും ഈ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പരത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് പരത്താതെ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും മിക്ക വീടുകളിലും പത്തിരി പരത്തുന്ന ആ ചപ്പാത്തി പ്രസ് എന്ന് പറയുന്ന മെഷീനുണ്ട്. അതിൽ ആണ് ഇത് വളരെ എളുപ്പം കാണിക്കും. അപ്പോൾ ഇത് നമുക്ക് ധാരണമെങ്കിൽ എന്നാണെങ്കിലും പിന്നെ മാവ് നല്ലൊരു വെന്താലാണ് നമുക്ക് പെട്ടെന്ന് ഇത് പരിപാടി. അപ്പം ഇത് നമുക്ക് ഒന്ന് ആറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആറുന്നിടം ഇത് നമ്മൾ മുമ്പേ ആ തിളച്ച വെള്ളത്തിനകത്ത് മാവ് കുഴച്ച് നല്ല ഇതായിട്ടുണ്ട് പരുവത്തിൽ കണ്ടോ. ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ആ പരുവത്തിൽ നല്ല ഒരു മാവ് കുഴച്ചെടുത്ത് ഇനിയും കണ്ട. ഇനിയാണ് നിങ്ങൾ ആ കുറുക്ക് വഴി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരില ഇതിപ്പോൾ ഞാലിപ്പൂവിൻ്റെ ഇലയാണ്. ഈ ഇല അങ്ങോട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് വാട്ടി ഒരു ചെറുതായിട്ടൊന്ന് വാട്ടിയതാണ്. എന്നിട്ട് ആ ഇല ഈ ചപ്പാത്തി പ്രസ് കാണില്ല, ചപ്പാത്തി പ്രസ്സിൻ്റെ അകത്തേക്ക് ആ ഇല എടുത്ത് വെക്കുന്നു. എന്നിട്ട് ഒരു ബോള്, ആ മാവ് ഒരു ബോള് എടുത്ത് ചുമ്മാ അതിൻ്റെ മണ്ടയ്ക്കൊരു പിടിക്കാതിരിക്കാനൊരു എണ്ണ പിടിക്കുക. എന്നിട്ട് വേണ്ട വിരൽ വെച്ച് പരത്തുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ആ ഇലയിൽ മാവ് കിട്ടിയിട്ടുണ്ട്. എവിടോട്ടാണ് ഇതേപോലെ നമുക്ക് പ്രസ് ചെയ്ത് നമ്മൾ ചപ്പാത്തി പ്രസ് ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാം. അല്ല അപ്പോൾ ഇത് നമ്മൾ ഈ വിരൽ കൈയൊക്കെ കുഴയുന്ന ആളുകളൊക്കെ ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ ഇല അങ്ങോട്ട് വെച്ചേക്കണം. ഇല വെച്ചു, അതിൻ്റെ അകത്ത് ഈ ചപ്പാത്തി പ്രസ് വെച്ച് ഒരു പ്രസ് അത് നമുക്ക് കനം കുറഞ്ഞ് ഒരേപോലെ നമ്മൾ വിരലിൻ്റെ ഒന്നും പാടെ വരാതെ ഇത് നമ്മൾ ഇച്ചിരി ശർക്കര, തേങ്ങ, അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഏത്തപ്പഴം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിച്ചിരി ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ഇത്രയാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. വളരെ ഇനി നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ അട ഉണ്ടാക്കാനൊക്കെ കൈ കുഴയുമെന്നോ വിരളിന് ബലമില്ലെന്നോ ഒന്നും പറയണ്ട. നമുക്ക് വളരെ ഇതായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയാണ് ചപ്പാത്തി പ്രസ്. നമുക്ക് എല്ലാ വീടുകളിലും ഒട്ടുമുക്ക വീടുകളിലും ഉണ്ട്. അത് വെച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇനി ഇത് മടക്കുന്നത്
ഇതിൻ്റെ അകത്തോട്ട് മാവ് വെച്ചു. എന്നിട്ട് മടക്ക് ഇതുണ്ട്, മടക്കി ഈ സൈഡ് മടക്കുന്ന നോക്കിയാണ് ഇങ്ങനെ. ഈ സൈഡ് ഒരു പ്രത്യേക ആ രീതിയിൽ ഇങ്ങനെ മടക്കി ഇതുണ്ട് ഇതിൻ്റെ അകത്തിട്ട് ഈ ഷേപ്പ്. ഇതിനാണ് ഇത് ഞങ്ങൾ വലിയ കാറ്ററിങ്. ഇപ്പോൾ എല്ലാവരും ഈ എണ്ണ പലഹാരങ്ങൾ കഴിക്കാതെ സ്നാക്സ് വൈകിട്ടത്തെയും 10 മണിക്കൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇലയട. അപ്പോൾ ഇങ്ങനെ ഈ ഇലയട ഉണ്ടാക്കുന്ന ഓർഡർ വരുമ്പോൾ ഞങ്ങൾ ഇതുപോലാണ് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുപോലെ അത് ഇത്ര ഇഡ്ഡലി പാത്രത്തിൽ, വലിയ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടുത്ത് വെച്ച് ഇത് ചേർത്ത് സൈഡ് വരെ മടക്കി തിരിച്ച് മടക്കി എന്നിട്ട് ചരിച്ച് മടക്കിയിട്ട് ആർക്കും പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. ഈ ആവിയിൽ പുഴുങ്ങുന്ന എല്ലാ പലഹാരത്തിനും വളരെയധികം ഗുണമുള്ളതാണ്. ഇത് നമുക്ക് സാധാരണ 4 മണി പലഹാരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അത് നമ്മൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴോ വല്ലോ മാവൊക്കെ അല്പം മിച്ചം വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി രാവിലെ ഇടിയപ്പത്തിൻ്റെ മാവ് മിച്ചം വരുമ്പോൾ നമ്മളിതുപോലെ ഒരു നമ്മൾ ഈ ഇഡ്ഡലി പാത്രം നിറച്ച് ഒരു 5-8 എണ്ണം ആയിട്ടുണ്ട് നമ്മുടെ ഇലയട. അതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുകയാണ്, അടയ്ക്കുകയാണ്. അതൊരു 20 മിനിറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞ് 20 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് മാവ് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചതാണ്. പക്ഷേ മാവ് ഇത് വെന്തതാണെങ്കിലും ഈ അകത്തെ ഈ ഫില്ലിങ്ങും എല്ലാം കൂടെ നന്നായിട്ട് ആവിയിൽ വെന്ത നല്ല സൂപ്പറായിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടി എടുക്കും. അതിനുവേണ്ടി നമുക്ക് ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കണ്ടോ, ഈസി ഇലയട. ഇതുപോലുള്ള വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. അന്നേരം ഇത് നിങ്ങൾ എല്ലാവരും നോക്കാം. അല്പം നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.